നമ്മുടെ കോഴിക്കോട്ടുകാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഫാമിലി റെസ്റ്റോറൻ്റായ ദ ഷാപ്പ് ഫാമിലി റെസ്റ്റോറൻറ്റ് സ്ഥാപകൻ CP റഫീഖ് സാറാണ് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ്. സോ ഇക്ക ഷാപ്പ് റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു ഇക്കയുടെ ലൈഫ് ഉണ്ടായിരുന്നത്? ഞാൻ കോഴിക്കോട് തന്നെയാണ്, ഫറൂഖ് കോളേജാണ് താമസം. ഞാൻ BTech ഇലക്ട്രോണിക്സ് പഠിച്ചു. പിന്നെ അതിനുശേഷം നമുക്ക് ഓൾറെഡി ഫാമിലി ബിസിനസ് ഉണ്ടായിരുന്നു, അതിൽ ഇൻവോൾവ് ആയിരുന്നു. പിന്നെ വേറെ കുറച്ച് ട്രേഡിങ്, എക്സ്പോർട്സ് അങ്ങനത്തെ ഇതൊക്കെ ആയിട്ട് പോവുമായിരുന്നു. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യുക എന്നുള്ളൊരു ചിന്ത വന്നത് മനസ്സിൽ. നമുക്ക് ബേസിക്കലി ഫാമിലി ഇതിൽ നമുക്ക് കാഷ്യൂ പ്രോസസ്സിങ് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഓൾറെഡി. ഒരു ഗ്രാൻഡ് ഫാദറായിട്ട് തുടങ്ങി അങ്ങനെയുള്ളൊരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ മൂപ്പരെ കൂടെ ആ ഒരു ഇതിൽ കൂടാ എന്നുള്ളതിൽ നിന്നിട്ടാണ് ബിസിനസ് ഇതിൽ തന്നെ വരുന്നത്. BTech പഠിച്ചു കഴിഞ്ഞിട്ട്. അപ്പം അങ്ങനെ ആ ഒരു ഇതിൻ്റെ ഇടയിലാണ് നമ്മളൊരു ഗ്രാൻഡ് ഫാദറിൻ്റെ ഒരു നിർബന്ധം തന്നെ പറയാം, അതിൻ്റെ പുറത്താണ് കച്ചവടത്തിലേക്ക് ഇറങ്ങണൊരിതും പിന്നെ നമുക്ക് ഓൾറെഡി ഉള്ള കാര്യങ്ങൾ നോക്കാൻ പുതുതായിട്ട് ഓരോന്ന് ചെയ്യാന്നുള്ളതിൽ അങ്ങനെയാണ് ബിസിനസ്സിലേക്ക് വരുന്നത്. അപ്പം നമ്മളൊരു ട്രഡീഷൻ എന്ന് പറയുന്നത് തലശ്ശേരിയിൽ ആക്ച്വലി വി വർ വൺ ഓഫ് ദ ലാർജസ്റ്റ് എക്സ്പോർട്ടേഴ്സ് ഓഫ് പെപ്പർ, കാഷ്യൂ അങ്ങനത്തെ ഒക്കെ ഒരു ഇതിലുണ്ടായിരുന്ന മോർ ദാൻ 75 years ഉള്ളൊരു കമ്പനിയാണ്. നൗ ദാറ്റ് വി ആർ നോട്ട് ഡൂയിങ് എനിത്തിങ്. അതായത് ഇപ്പം അതിൻ്റെ പുതിയ രീതിയിലേക്ക് മാറ്റാനുള്ള ഓരോ ഇതിൽ അതിൻ്റെ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഓൾറെഡി ബിസിനസ്സിനോട് ഭയങ്കര ക്രേസ് ചെയ്യരുത്. തുടക്കം മുതലേ എന്തെങ്കിലും ബിസിനസ് ചെയ്യണം, കച്ചവടം എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്നൊക്കെ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ബിസിനസ്സിൻ്റെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോന്ന് കാണുന്നത് ഇങ്ങനെ ഓരോ പൾസ് ഇങ്ങനെ നമ്മൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവരും. ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്തെങ്കിലും ചെയ്യാനിങ്ങനെ 24 മണിക്കൂർ ഈ ചിന്തയാണ്, എന്തെങ്കിലും നമുക്ക് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഉരുതിരിഞ്ഞ് വന്നാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞത്. നമുക്ക് ആക്ച്വലി റെസ്റ്റോറൻറ്റിൽ യാതൊരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല, റെസ്റ്റോറൻറ്റ് ബിസിനസ്സായിട്ട് ഒരു ബന്ധവുമില്ല. നന്നായിട്ട് ഭക്ഷണം കഴിക്കും എന്നുള്ള ഒരു ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ റെസ്റ്റോറൻറ്റ് ബിസിനസ്സായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. അപ്പം ഇക്ക കാഷ്യൂടെ ആ ഒരു എക്സ്പോർട്ടിങ് ബിസിനസ്സിനകത്ത് തന്നെ ഏകദേശം 75 yearsോളം ആ ഒരു ബിസിനസ് ഉണ്ടായിരുന്നല്ലോ. അപ്പം അവിടെ ഫസ്റ്റ് പഠിച്ചതിന് ശേഷം അവിടെ ജോയിൻ ചെയ്ത സമയത്ത് എന്തായിരുന്നു അവിടെ ചെയ്തുകൊണ്ടിരുന്നത്? അല്ല, അത് പറഞ്ഞുതരാം. ഇത് 1960s 70s ആയിരുന്നു ചെയ്തിരുന്നത്. അത് പിന്നെ ആ ഫാക്ടറിയൊക്കെ ഒരുപാട് ലേബർ പ്രശ്നങ്ങളും ഇതുകൊണ്ടൊക്കെ ഉണ്ടായപ്പോൾ ക്ലോസ് ചെയ്ത്, ഞാൻ ജനിക്കുന്നതിന് മുന്നേ അതൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ട്രേഡിങ് കുറേ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പം അതൊക്കെ റെൻ്റ് ഔട്ട് ചെയ്ത് നമ്മൾ ഒരു പ്രോപ്പർട്ടീസൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നേ ഉള്ളൂ. ഞാൻ നമ്മളൊരു ട്രഡീഷൻ പറഞ്ഞു എന്നുള്ളൂ. ഒരു കാലത്ത് കുരുമുളക് ടെൽച്ചറി ഗാർബിൾഡ് എക്സ്ട്രാ ബോൾഡ് എന്ന് പറഞ്ഞിട്ട് വേൾഡ് ഓവർ എക്സ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ കേരളത്തിൽ തന്നെ അന്ന് PSC ലെസ്ലി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ വല്യപ്പാൻ്റെ കമ്പനിയായിരുന്നു സെക്കൻഡായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ UTC എന്നും പറഞ്ഞിട്ട് അന്നൊരു സ്പെഷ്യൽ ബ്രാൻഡായിട്ട് തന്നെ ആ കാലത്ത് തന്നെ ചെയ്തിട്ടുണ്ട്. തലശ്ശേരിയിൽ തന്നെ പോർട്ടിൽ ഏറ്റവും അവസാനം കപ്പലടുപ്പിച്ചത് വല്യപ്പയാണ്. ഫുൾ കപ്പൽ ലോഡ് കയറ്റിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ട്രഡീഷൻ ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ആ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പോകുന്നുള്ളൂ. അവിടുന്ന് എങ്ങനെയാണ് ഹോട്ടൽ എന്നൊരു ചിന്താഗതിയിലേക്ക് എത്തിയത്? ഹോട്ടലിലൊക്കെ പിന്നീടാണ് ഈ ഐഡിയ ഒക്കെ വരുന്നത്. എനിക്ക് ബേസിക്കലി ഒരു ഫുഡ് പ്രോസസ്സിങ് ഇല്ലെങ്കിൽ ഒരു ഫുഡ് റീറ്റെയിലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ബ്രാൻഡ് ചെയ്യുക എന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഈ സ്പൈസസിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് ആ ഒരു ലെഗസി കീപ്പ് ചെയ്യണമെന്നും ആ ലെഗസി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു ബാധ്യത ഉണ്ട് എന്നുള്ള നിലക്ക് നമ്മൾ അതുമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് പുതിയ കാലത്തുള്ള ഈ പഴയ ബിസിനസ്സിൻ്റെ പുതിയ കാലത്ത് പുതിയ രീതികളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഈ ഫുഡിൻ്റെ റെസ്റ്റോറൻറ്റ് എന്നൊരു പറഞ്ഞ ഒരു ആശയം വരുന്നതും അത് നമുക്ക് ചെയ്താൽ കൊള്ളാം, നല്ലൊരിതാണ് എന്നുള്ള തോന്നലും നല്ല രീതിയിൽ നമ്മൾ ബ്രാൻഡ് ചെയ്ത് ചെയ്യണം എന്നൊക്കെ ഒരു ആശയം വന്നത്.
ആദ്യം ഞാനൊരു ക്ലൗഡ് കിച്ചൺ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ആയിരുന്നു നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത്. ഏത് വർഷമായിരുന്നു? അത് 2015-16 സമയത്ത്. അപ്പോൾ അന്നൊക്കെ ഒരുപാട് ആളായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ അന്ന് ആർക്കും അറിയില്ല അതെന്താ സംഗതി എന്ന് തന്നെ. ഒരുപാട് ആൾ പറഞ്ഞു അങ്ങനെ ഒന്നും ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, അതൊക്കെ ആര് വാങ്ങാനാ, ഓൺലൈനിൽ ആരെങ്കിലും വീട്ടിലേക്കൊക്കെ ഓർഡർ ചെയ്യുമോ, അങ്ങനെയൊക്കെയാണ് അന്ന് പറഞ്ഞത്. അന്ന് എനിക്കൊന്ന് സ്വിഗ്ഗിയൊക്കെ 2012-13 ആ ഒരു ടൈമിലായിരുന്നു. ഇന്ന് ഫുഡ് പാണ്ട ആയിരുന്നു കേരളത്തിലൊക്കെ പിന്നെയും വന്ന്. കേരളത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം. ബാംഗ്ലൂരൊക്കെ സ്വിഗ്ഗി ഉണ്ടായിരുന്നു. സ്വിഗ്ഗിയൊക്കെ 13-12 ആ സമയത്താണ്, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, ഏകദേശം സൊമാറ്റോ ഒക്കെ വരുന്നത്. അവരും ക്ലൗഡ് കിച്ചണൊക്കെ അന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഇന്ത്യയിൽ തന്നെ നോയിഡയിൽ മാത്രമായിട്ടാണ് അന്ന് ക്ലൗഡ് കിച്ചൺ ഉള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ അതിന് വേണ്ടത്ര ഒരു ഗ്രൗണ്ട് ഒരു പാകമായിട്ടില്ല എന്ന് തോന്നിയപ്പോൾ പിന്നെ വിചാരിച്ച് നമുക്ക് നല്ലൊരു എന്തുകൊണ്ട് നല്ലൊരു റെസ്റ്റോറൻറ്റ് ചെയ്തുകൂടാ എന്നുള്ളൊരു തോന്നൽ വന്ന്, ആ തോന്നലിൻ്റെ പുറത്താണ് ഇങ്ങനെ ആ റെസ്റ്റോറൻറ്റ് എങ്ങനത്തത് ചെയ്യണം എന്നുള്ളതായി. പിന്നെ ഓഫ് കോഴ്സ് നാടൻ ഭക്ഷണമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുക, നമുക്കാണെങ്കിലും ഇഷ്ടപ്പെടുക, അതാണ്. അതിൻ്റെ പുറത്ത് പിന്നെ നാടൻ ഫുഡിൻ്റെ ഒരു കോൺസെപ്റ്റ് ലോക്ക് ചെയ്ത് പിന്നെ ഉണ്ടായതൊക്കെ ഒരു അതിൻ്റെ ബാക്കിയായിട്ട് ചെയ്തതാണ്. ഈ കോൺസെപ്റ്റ് ലോക്ക് ചെയ്യാന്ന് പറയുന്ന സമയത്ത് തന്നെ ഇപ്പം ഏതൊരു ബിസിനസ് തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ മനസ്സിൽ പല ചിന്തകളും ഉണ്ടാവും. അതൊന്ന് ഒരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകാന്ന് പറയുന്ന സമയത്ത് ഭയങ്കര ഒരു ടഫസ്റ്റ് ജോബാണ്. കാരണം നമ്മൾ അറ്റ് എ ടൈം തന്നെ മൾട്ടിപ്പിൾ തോട്ട്സ് നമ്മളെ ഡൈവേർട്ട് ചെയ്യും. അപ്പം എങ്ങനെയാണ് അതൊന്ന് ലോക്ക് ചെയ്തത്? അതിനെന്തെങ്കിലും ഒരു പ്രോസസ്സ് വല്ലതുണ്ടോ? ഇല്ല, അത് നമ്മൾ ഏതൊരു ബിസിനസ് ആണെങ്കിലും നമ്മളൊരു ഓഫ് കോഴ്സ് നമ്മളൊരു അവൈലബിൾ ഡാറ്റ അല്ലെങ്കിൽ അവൈലബിൾ റിസോഴ്സസ് വെച്ചിട്ട് മാർക്കറ്റ് സ്റ്റഡിയോ അല്ലെങ്കിൽ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോട് ചോദിക്കുക, അങ്ങനെ അതാണ് പ്രിലിമിനറി ആയിട്ട് ചെയ്യുക. പലപ്പോഴും നല്ല അഭിപ്രായങ്ങൾ ഇവിടുന്നും കിട്ടാറില്ല. നമ്മൾ ആരോടും ചോദിച്ചാൽ അത് ശരിയാവില്ല എന്നാണ് പൊതുവേ എല്ലാവരും പറയൽ. പക്ഷേ ഇതെന്തോ എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കാരണം നല്ല ഭക്ഷണം നല്ല വൃത്തിയായിട്ട് ഹൈജീനിക്കായിട്ട് ടേസ്റ്റോടുകൂടി കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ സ്വീകരിക്കും എന്നുള്ളത് നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ നമ്മളത് നല്ലൊരു കാര്യമായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം നല്ല ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് ആ കിട്ടുന്ന പൈസയും അതിനനുസരിച്ചുള്ളൊരു ഗുണം ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം കൂടി ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ അതേപോലെ തുടങ്ങണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞു, പിന്നീട് എന്താണ് നടന്നത്? ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങണം, എനിക്ക് നാടൻ ഫുഡാണ് സെർവ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. പിന്നീടുള്ള പ്രോസസ്സ് എങ്ങനെയായിരുന്നു? പ്രത്യേകിച്ചും ഈ ഒരു ബിസിനസ്സിൽ ലൈൻ ഓഫ് ബിസിനസ്സിൽ വർക്ക് ചെയ്ത് പരിചയമില്ല. അപ്പം പിന്നീടുള്ള തോട്ട്സും പിന്നീടുള്ള ആക്ടിവിറ്റീസ് എങ്ങനെയൊക്കെയായിരുന്നു? അതിൽ വേറൊരു രസകരമായ ഇതുണ്ട്. ഞാൻ റെസ്റ്റോറൻറ്റ് തുടങ്ങാമെന്ന് തീരുമാനിക്കുകയും അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് മാക്സിമം അന്ന് പറഞ്ഞിട്ടുണ്ട്, ബിസിനസ്സിന് പോകുന്നതിനോടൊന്നും തന്നെ താല്പര്യം ഉണ്ടായിട്ടില്ല. കാരണം ഫാദറും മദറൊക്കെ ഫറൂഖ് കോളേജിലായിരുന്നു. ഫാദർ ബിസിനസ്സിൽ പോയിട്ടില്ല. ഫാദറിൻ്റെ ഫാദർ വലിയൊരു ബിസിനസ്മാൻ ആയിരുന്നെങ്കിലും ഫാദർ അതിന് നിന്നിട്ടില്ല. കാരണം അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും കണ്ടതുകൊണ്ട് ഫാദർ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചിട്ട് പിന്നെ അക്കാഡമിക് ഇതിലാണ് പോയത്, ഫറൂഖ് കോളേജിലായിരുന്നു. അപ്പം എന്നോട് തുടങ്ങുമ്പോൾ തന്നെ മാക്സിമം അതൊന്നും ചെയ്യണ്ട, ബിസിനസ്സിനൊന്നും പോകണ്ട, വേറെ എന്തെങ്കിലും ഇതായിട്ട് പോയിക്കോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരുപാട് ആൾ 100 ആൾ ചെയ്താൽ അതിൽ 5-10 ആളെ അല്ലെങ്കിൽ എന്താണ് ചെറിയ നമ്പേഴ്സ് മാത്രമേ അത് വിജയിക്കുള്ളൂ എന്നും അതിൻ്റെ റിസ്ക് എന്താണെന്നൊക്കെ പൂർണ്ണമായ ബോധ്യമുള്ളതുകൊണ്ട് പറഞ്ഞതായിരിക്കാം. പക്ഷെ ഞാൻ എൻ്റെ ഒരു നേച്ചറും പിന്നെ എൻ്റെ ഒരു എന്താ പറയുക അന്ന് ഭയങ്കര താല്പര്യമായിരുന്നു. കാരണം വല്യപ്പനായിട്ട് നല്ല അടുപ്പായിരുന്നു. അപ്പോൾ വല്യപ്പ എന്തായാലും നമ്മൾ ആ ഒരു ലെഗസി കണ്ടിന്യൂ ചെയ്യണമെന്നും അതെന്തായാലും കീപ്പ് ചെയ്യണം എന്നുള്ളൊക്കെ ഇത് പറഞ്ഞപ്പോൾ പിന്നെ അത് നമ്മൾ ടേക്കപ്പ് ചെയ്യേണ്ടത് നമ്മളൊരു ഇതാണെന്നുള്ള നിലക്കും പിന്നെ നമുക്ക് വേറെ ഒന്നും പറ്റൂല എന്നുള്ളൊരു ബോധ്യം കൂടി നമുക്ക് ഉള്ളതുകൊണ്ട് ആണ് അങ്ങനെ വന്നത്. അങ്ങനെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഇത് വന്നപ്പോൾ നമ്മളൊരു 3 കോൺസെപ്റ്റ് എന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഒന്ന്, നല്ലൊരു എത്നിക് ഒറിജിനൽ മലബാർ ഫുഡ് സെർവ് ചെയ്യുന്ന ഒരു റെസ്റ്റോറൻറ്റ് ചെയ്യാമെന്ന് അതിപ്പോഴും ആഗ്രഹമുണ്ട് കേട്ടോ. അതിപ്പോഴും നമ്മളൊരു ലിസ്റ്റിലുള്ളൊരു സാധനമാണ്. നല്ലൊരു എത്നിക് ഒറിജിനൽ മലബാർ ഫുഡ്. അത് ഞങ്ങൾ ശരിക്കും ഫാദറിൻ്റെ വീട് തലശ്ശേരിയാണ്. തലശ്ശേരിയിലൊക്കെ നമ്മൾ കൊടുക്കുന്ന വീടുകളിലാണെങ്കിലും അവിടുത്തെ സൽക്കാരങ്ങളിലാണെങ്കിലും ഇനി കല്യാണങ്ങളിലാണെങ്കിലും കൊടുക്കുന്ന ആ ഫുഡ്, ആ ഒരു സാധനം നമുക്കിവിടെ സെർവ് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ നന്നായിരിക്കുന്നു. അങ്ങനെ ഒരു ഫുഡ് ഇവിടെ അവൈലബിൾ അല്ല എന്നുള്ളതും ആ ഒരു ഗ്യാപ്പ് മാർക്കറ്റിൽ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്.
ഇപ്പോഴും ഉണ്ട്. നിലവിലും ആരും ചെയ്യുന്നില്ല അത്. ഒരുപാട് ആൾക്കാർ ട്രൈ ചെയ്യുന്നുണ്ട് അതിൻ്റെ പല വേർഷൻസും. പക്ഷെ ആ ഒരു പെർഫെക്ഷന് ഒരിക്കലും പലയിടത്തും കണ്ടിട്ടില്ല. പിന്നെ രണ്ടാമത് ഒരു സീ ഫുഡ് റെസ്റ്റോറൻറ്റ് ചെയ്യാമെന്നുണ്ടായിരുന്നു. സീ ഫുഡ് ഓഫ് കോഴ്സ് പിന്നെ ഒരു കോമൺ സാധനമാണ്, പലയിടത്തും ട്രൈ ചെയ്ത് അത് സക്സസ്ഫുൾ മോഡലാണ്. പിന്നെ എനിക്ക് തോന്നി എന്തുകൊണ്ട് നമ്മൾ ഒരു നാടൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിലേക്ക് നീങ്ങുക എന്നുള്ളത്. നാടൻ എന്ന കോൺസെപ്റ്റ് ചൂസ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മൾ എപ്പോഴും എത്ര ഫുഡ് കഴിക്കുന്ന ആളാണെങ്കിൽ നമ്മൾ എന്നും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡ് നാടൻ ഫുഡാണ്. അപ്പം ഞാനിപ്പോൾ എപ്പോഴും പറയണതാണ് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ചൈനീസ് ആണോ ഇല്ലെങ്കിൽ വേറെ സ്പെഷ്യാലിറ്റി റെസ്റ്റോറൻറ്റ്സ് ഒക്കെ എല്ലാം നല്ലത് തന്നെ കേട്ടോ, ഒന്നിനെ മോശമാക്കുന്നതല്ല. പക്ഷെ ആ ഒരു ഡെയിലി ഈറ്റിംഗ് അല്ലെങ്കിൽ ഡെയിലി ഡൈനിങ് എന്ന് പറയുന്ന ആ ഒരു കംഫർട്ട് ഫുഡ് എന്നുള്ള നിലക്ക് നാടൻ ഫുഡ് മാത്രമേ ഒരു ഭൂരിഭാഗം ആൾക്കാർക്കും പറ്റുള്ളൂ. ഇപ്പോൾ നമ്മളെ വീടുകളിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഇപ്പോൾ ഓരോ ദിവസവും ഇപ്പോൾ ഇഡ്ഡലി, ദോശ, ഇല്ലെങ്കിൽ സാദാ ചപ്പാത്തി, അങ്ങനത്തെ എല്ലാം കറികൾ, ഈ ഭക്ഷണങ്ങൾ നമ്മൾ എത്ര കഴിച്ചാലും നമുക്ക് മടുക്കൂല. നേരെ മറിച്ച് നമ്മളിപ്പോൾ ഒരു ചൈനീസോ കോണ്ടിനെൻ്റലോ ഇല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും ഒരു ഫുഡ് നമ്മളൊരു ആഴ്ചയിലോ ഒരു ദിവസമോ അല്ല മനസ്സിൻ്റെ വയൽ കഴിക്കുക എന്നല്ലാണ്ട് നമുക്കിപ്പോൾ ഡെയിലി കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു സാധ്യത തോന്നിയത്. പിന്നെ നല്ല ഭക്ഷണം നല്ല വൃത്തിയായിട്ട് നല്ല ടേസ്റ്റിൽ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വളരെ നല്ല കാര്യമാണ് എന്നുള്ളൊരു ബോധ്യവും ഉള്ളതുകൊണ്ടാണ് പിന്നെ അങ്ങനെ ഒരു ഇതിലേക്ക് പോയത്. അപ്പം ഈ നാടൻ ഭക്ഷണം സെർവ് ചെയ്യുന്ന ആ ലെവലിലെത്തി. അപ്പം ഇനി ലൊക്കേഷനാണ് വേണ്ടത്, എത്ര ക്യാപിറ്റൽ വേണം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇക്കയുടെ മനസ്സിൽ കൂടെ പോയിട്ടുണ്ടാവും. അപ്പം നോർമലി ഈ ഒരു പ്രോസസ്സ് ഇക്ക എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്? സത്യത്തിൽ കോൺസെപ്റ്റ് എടുക്കുന്നതിന് മുന്നേ സ്ഥലം എടുത്തിട്ടുണ്ട്. ഞാൻ അവിചാരിതമായിട്ടാണ് അന്ന് ഗുജറാത്തി സ്ട്രീറ്റിൽ എൻ്റെ ഒരു ഫ്രണ്ടുമാണ്, അവരെ ഇന്ന് ഗുദാം ആർട്ട് കഫേ എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ഡിസൈൻ ചെയ്തത് നസീബ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നസീബിനെ കാണാനിടയാവുക, നസീബ് അവിടെ ഒരു നല്ല സ്പേസ് ഉണ്ട്, നമുക്കതൊരു നല്ലൊരു ഒരു അടിപൊളിയായിട്ടൊരു സാധനം ചെയ്യുക എന്നുള്ള ഇതിലൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഏതായാലും നമുക്കത് എടുക്കാം, ബാക്കി നമുക്ക് പിന്നെ നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അന്ന് തന്നെ ടോക്കണും കൊടുത്ത് അഡ്വാൻസ് കൊടുത്ത് ഇട്ടതായിരുന്നു. പിന്നീടാണ് ഇതിൻ്റെ എക്സിക്യൂഷനെ കുറിച്ച് തന്നെ ആലോചിക്കുന്നത്, ഇത് എന്ത് ചെയ്യും എങ്ങനെ ചെയ്യും എന്നുള്ളതിൽ. അപ്പോഴാണ് നമ്മളിങ്ങനെ കോൺസെപ്റ്റും അന്ന് ഗുജറാത്തി സ്ട്രീറ്റിലൊക്കെ ഒരുപാട് ഡെവലപ്മെൻറ്റ് വരുന്നു. ഇപ്പോൾ എറണാകുളത്ത് ജൂ സ്ട്രീറ്റൊക്കെ മാതിരി ഒരു ഡെവലപ്ഡ് ആയിട്ട് വരുന്നൊക്കെ ഒരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് പല കാരണങ്ങൾ കൊണ്ടും അത് ഡിലേ ആയി പോയതാണ്. ഇത് ഏത് വർഷമായിരുന്നു? അതൊക്കെ 2017-18 ആ സമയത്താണ് അത് ഉണ്ടായിരുന്നത്. എനിക്കൊന്ന് ആ സമയം ഇപ്പോഴത്തെ ഡെവലപ്മെൻറ്റ് ആ ടൈമിൽ ഉണ്ടായിരുന്നില്ല അല്ലേ? അല്ല, അന്ന് ശരിക്കും നല്ല പ്ലാൻ ഉണ്ടായിരുന്നു. അന്നത്തെ കളക്ടറൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ അവിടുത്തെ കുറച്ച് വേറെ എന്തൊക്കെ ഇഷ്യൂസ് വന്നിട്ടാണ് അത് ഇതായി പോയത്. കാരണം ആ സ്ട്രീറ്റ് മൊത്തം ഡെവലപ്പ് ചെയ്ത് കഫേസും അങ്ങനെ ഒരു നല്ലോണം ലൈറ്റപ്പൊക്കെ ചെയ്ത് നല്ലൊരു സാധനം ചെയ്യാന്നുള്ളൊരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വെല്ലിയങ്ങാടിയും എല്ലാം കണക്ട് ചെയ്തിട്ടേ ഒരു ഹെറിറ്റേജ് വോക്കൊക്കെ പോലത്തെ ഒരു ഫുഡ് സ്ട്രീറ്റൊക്കെ പോലത്തെ ഒരു സാധനം ചെയ്യാന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആ സ്ഥലം എടുത്തു. പിന്നെ കോൺസെപ്റ്റ് ഇതായി. അങ്ങനെ ഇത് എങ്ങനെ ചെയ്യണം എന്നാണ്. കാരണം ഫുഡ് ഉണ്ടാക്കാൻ എനിക്ക് ഏതായാലും അറിയില്ല. അപ്പം അറിയണവരെ കൊണ്ടുവരണം, ബിസിനസ് നന്നായിട്ട് പോകണം, ആകെ ഉള്ളത് ക്യാപിറ്റലും പിന്നെ അത് വിജയിപ്പിക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്ത മാത്രമാണ്. അത് കോൺഫിഡൻസ് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നമ്മളെപ്പോഴും ഒരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പാളലുകളും ഉണ്ടാവും. ഐ മീൻ മിസ്റ്റേക്സ് ഹാപ്പൻ ആയിട്ടുണ്ടാവും. അപ്പം സാറ് ഈ ഒരു ടൈം ഫ്രെയിമിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഒരു ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ റിയലൈസ് ചെയ്ത സംഭവം എന്താണ്? ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അങ്ങനെ ചെയ്തുകൊണ്ടാണ് എനിക്കിങ്ങനെ ഉണ്ടായത്, അങ്ങനെ വല്ല? അങ്ങനെ ഒരു ഇതൊന്നുമില്ല. അത് ബിസിനസ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ എപ്പോഴും അപ്ഡേറ്റഡ് ആവണം. നല്ലോണം നമ്മൾ ടോട്ടൽ ഇൻവോൾവ്മെൻറ്റ് വേണം. ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാവുമ്പോൾ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ അപ്പോൾ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് പോകാൻ പറ്റും. അതിപ്പോൾ എനി ടൈം എനിത്തിങ് ക്യാൻ കം. അത് ബിസിനസ്സിൻ്റെ ഒരു മേജർ സ്വഭാവം അത് തന്നെയാണ്. അതായത് നമ്മളൊരു ജോലിക്ക് പോകുന്നതിൽ നിന്നും വ്യത്യാസം എന്താ വരുന്നത് വെച്ചാൽ ജോലി എന്ന് പറയുന്നത് ഒരു 9 to 5 അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിൽ ഫ്രെയിമിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ബിസിനസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ടൈം ഫ്രെയിമോ കാര്യങ്ങളോ ഇല്ല. എനിത്തിങ് ക്യാൻ ഹാപ്പൻ എനി ടൈം. അപ്പോൾ അത് ഫേസ് ചെയ്യാനുള്ളതും അത് മാനേജ് ചെയ്യാനുള്ളൊരു ഇതുണ്ടെങ്കിൽ ബിസിനസ്സിലേക്ക് ഒരു അഡാപ്റ്റീവ് ആവുള്ളൂ. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സിനാരിയോ വന്നിട്ടുണ്ടായിരുന്നു, കോവിഡ്. അതിൻ്റെ മുന്നേ പറയുകയാണെങ്കിൽ ഏപ്രിൽ 2019 ഫസ്റ്റ് റെസ്റ്റോറൻറ്റ് നമ്മൾ ബീച്ചിൽ തുടങ്ങുന്നത്.
ഫസ്റ്റ് റെസ്റ്റോറൻറ്റ് തുടങ്ങി നല്ലോണം നമ്മളൊരു ഉദ്ഘാടനമോ അല്ലെങ്കിൽ ഒരു പരിപാടിയോ ഒന്നും വെച്ചിരുന്നില്ല. ജസ്റ്റ് ഒരു ദിവസം അങ്ങോട്ട് തുറന്ന് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ട്. പക്ഷെ നമ്മൾ ബ്രാൻഡിങ് സൈഡിൽ ഒരു 1.5 കൊല്ലം മുന്നേ തന്നെ നമ്മൾ കംപ്ലീറ്റ് ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പോസ്റ്റുകളാണെങ്കിലും നമ്മൾ എല്ലാ രീതിയിലും പ്രസൻസ് ഉണ്ടായിരുന്നു. ഒരു 1.5 വർഷം 1.5 വർഷം മുന്നേ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഏപ്രിലിൽ ഇത് തുടങ്ങി, നല്ല രീതിയിൽ കച്ചവടം പോയി, പെട്ടെന്ന് തന്നെ പിക്ക് ചെയ്ത് ബിസിനസ്. നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല, പെട്ടെന്ന് തന്നെ ട്രാക്ക് കയറി. പിന്നെ നമ്മളത് അതിൻ്റെ ഓപ്പറേഷൻസിലായി കൂടുതൽ ഇൻവോൾവ്മെൻറ്റ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഓഗസ്റ്റിലാണെന്ന് എൻ്റെ ഓർമ്മ പ്രളയം വന്ന്. അപ്പോൾ കുറച്ച് ദിവസം ടോട്ടൽ കൺഫ്യൂഷൻ ചെയ്യുന്നു, ഇതേമാതിരി പ്രശ്നങ്ങൾ. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് 2-3 ആഴ്ച എനിക്ക് തോന്നുന്നു അങ്ങനെ പോയി. പിന്നെ അത് രണ്ടാമത് നമ്മൾ റിക്കവർ ചെയ്തെടുത്ത് അങ്ങനെ പോയി നല്ല രീതിയിൽ, വളരെ നല്ല രീതിയിൽ ബിസിനസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഡിസംബർ കഴിഞ്ഞ് അടുത്ത വർഷം വന്ന് ഫെബ്രുവരി ഒക്കെ കഴിഞ്ഞപ്പോൾ കോവിഡിൻ്റെ ന്യൂസുകൾ കേട്ട് തുടങ്ങി. ചൈനയിൽ തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മാർച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലായിടത്തും വന്ന പോലെ കോവിഡ് വന്ന് പിന്നെ ഒരു 5-6 മാസം ക്ലോസ് ചെയ്തു. അപ്പം നമ്മളെ സംബന്ധിച്ചത് നമുക്കൊന്ന് എണീറ്റ് ഇരിക്കാനുള്ളൊരു സമയം കിട്ടിയിട്ടില്ല. നമ്മളത് തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് വന്ന്. അപ്പോൾ ഈ സ്റ്റാഫിനെ ഫുള്ള് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് സാലറി കൊടുത്ത് അവിടെ അക്കോമഡേഷൻ കൊടുത്ത് ഇരുത്താണ് ഈ കാലം മുഴുവനെ. പിന്നെ ഒരു ഒക്ടോബർ നവംബറൊക്കെ ആയപ്പോൾ രണ്ടാമത് സെക്കൻഡ് വേവ് വന്നു. അല്ല, കോവിഡ് ഇതാക്കി ഓപ്പണായി എല്ലാം, റെസ്റ്റോറൻറ്റ്സ് ഓപ്പണായി, എല്ലാം മാർക്കറ്റൊക്കെ സാധാരണ പോലെയായി. പിന്നെ നല്ല പിടുത്തം വിട്ട കച്ചവടം ചെയ്യുന്നത് ഒരു നവംബർ ഡിസംബർ അങ്ങനെ ജാൻ ഫെബ് ഏപ്രിലൊക്കെ എത്തിയപ്പോൾ ആണ് തോന്നുന്നത് അന്ന് രണ്ടാമത്തെ കോവിഡ് വന്ന്. പിന്നെ ഇതേപോലെ റിപ്പീറ്റ് ചെയ്ത് പിറ്റത്തെ കൊല്ലം. അപ്പം ഇതാണ് നമ്മൾക്ക് പ്രധാനമായിട്ടും വന്ന 2 പ്രശ്നങ്ങൾ. പിന്നെ 1-2 പ്രാവശ്യം നിപ്പേൻ്റെ ഒരു വേവ് വന്നിട്ടുണ്ട്. എല്ലാ കൊല്ലവും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അതൊക്കെ യൂസ്ഡായി സത്യം പറഞ്ഞാൽ. നമുക്കിപ്പോൾ എത്ര മോശമായി എത്ര വരെ താഴോട്ട് പോവാന്നുള്ളത് നമുക്ക് കാണിച്ചു തന്നെ അത് ഐഡിയ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ എപ്പോഴും ഒരു സ്കോപ്പ് ഫോർ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് എന്നുള്ളത് അതിന് മനസ്സിലായല്ലോ. സാർ, നമ്മളെ കോഴിക്കോട് കുറേയധികം റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഇപ്പം കുറച്ചായിട്ട് പോപ്പുലർ ആയിട്ടുള്ള ഒരു ട്രെൻഡാണ് മന്തി എന്ന് പറയുന്നത്. അപ്പം സാറിൻ്റെ അഭിപ്രായത്തിൽ ബിരിയാണിയാണോ മന്തിയാണോ കോഴിക്കോട് ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത്? സാറിൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ചോദിച്ചാൽ. അല്ല, അത് അങ്ങനെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. ബിരിയാണി എന്ന് പറയുന്നത് ട്രഡീഷണൽ ആയിട്ട് കോഴിക്കോട് ഉള്ള ഒരു ഫുഡാണ്. എല്ലാ സ്ഥലത്തും ആൾക്കാർ വന്ന് ട്രൈ ചെയ്യുന്നതും ഇപ്പോൾ അത് കണ്ടിട്ട് പുറമെ എല്ലാ സ്ഥലങ്ങളിലും തുടങ്ങിയ ഒരു ഡിഷാണ് ബിരിയാണി എന്ന് പറയുന്നത്. അത് കോഴിക്കോടൻ ബിരിയാണിനെ പറ്റി ഞാൻ പറയുന്നത്. ബിരിയാണിന് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. മുഗളായി ബിരിയാണി, ഹൈദരാബാദി, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. മന്തി എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ നിന്ന് അറേബ്യയിൽ നിന്നൊക്കെ വന്ന ഒരു ട്രഡീഷണൽ ഇതാണ്. അടുത്ത കാലത്തായിട്ട് ഗൾഫ് കൺട്രീസ് ആയിട്ട് കൂടുതൽ എക്സ്പോഷർ കൊടുത്ത ആൾക്കാർക്ക് ഉണ്ടാവുകയും അതിന്റെ പുറത്ത് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് ഫുഡാണ് ഈ അറബിക് ഫുഡ് എന്ന് പറയുന്നത്. അറബിക് ഗ്രില്ലാണെങ്കിലും മന്തി ആണെങ്കിലും ഷവായ ആണെങ്കിലും ഷവർമ ആണെങ്കിലും ഒക്കെ ആ ഒരു ഇൻഫ്ലുവൻസിന്റെ ഗൾഫ് ഇൻഫ്ലുവൻസിന്റെ പുറത്ത് വന്നൊരു ഫുഡാണ്. രണ്ടും 2 കുഷീനാണ്, കമ്പയർ ചെയ്യാൻ പറ്റിയ ഒരു ഇതല്ല. പക്ഷെ എന്നിരുന്നാലും ബിരിയാണി വളരെയധികം വിറ്റ് പോകുന്ന ഒരു സാധനമാണ്. ഇപ്പൊ ഡെലിവറിയിലാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും 80% ബിരിയാണിയാണ് സെല് ചെയ്യുന്നത്. എല്ലാ ടൈപ്പ് ബിരിയാണി ഉണ്ടാവും ജനറലി പറയുന്നത്. അതാണ് ഇതിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇത്. മന്തി എന്ന് പറയുന്നത് ഒരു എല്ലാ ആൾക്കാരും ഇഷ്ടപ്പെടുമോ എന്നുള്ളത് അറിയില്ല. ഇപ്പം മലബാറിൽ കേരളത്തിൽ പൊതുവെ നല്ലതാണ്. ഇപ്പം കർണാടകയിൽ ബാംഗ്ലൂർ ചെന്നൈയിലൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട്. സാറിൻ്റെ ഒപ്പീനിയനിൽ കുറച്ചും കൂടി ബിരിയാണി ആയിരിക്കാം. ബിരിയാണിക്കാണ് ഒരു ട്രഡീഷണൽ ആ ഒരു വാല്യൂസും ആ ഒരു ഇതൊക്കെ ഉള്ളത്. മന്തി ഒരു ഇതാണെന്നല്ല, മന്തി എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ഇതാണ്. സ്പൈസസ് ഒക്കെ കുറവാണ്, അങ്ങനത്തെ ഒക്കെ ഒരു വേറൊരു ടൈപ്പ് പ്രിപ്പറേഷൻ തന്നെ. സാർ, അതുപോലെ തന്നെ നമ്മളെ ഈ പോഡ്കാസ്റ്റുകളിലൊക്കെ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള പോഡ്കാസ്റ്റിലൊക്കെ കുറേ അധികം കോമൻസ് വരാറുണ്ട്. എനിക്കൊന്നു കൂടുതലും മറ്റുള്ള ഡിസ്ട്രിക്ട്സിൽ നിന്നാണ് വരുന്നത്. അതായത് കോഴിക്കോട് ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് കൾച്ചർ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു കാരണം കൊണ്ടാണ് കോഴിക്കോട് ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റൽസ് ഉണ്ടാവുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പം സാറിൻ്റെ അഭിപ്രായം എന്താ അതിനെക്കുറിച്ചിട്ട്? അല്ല, അത് പൊതുവേ ഫുഡ് കൂടുതലായിട്ട് കഴിക്കുന്നവർക്ക് എവിടെ ആണെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഇപ്പോൾ കോഴിക്കോട് അങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല.
അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. ജനറലി ഇപ്പോൾ വലിയ വലിയ ഹോസ്പിറ്റൽസ് ഇപ്പോൾ ബാംഗ്ലൂർ ചെന്നൈയിലൊക്കെ ഇല്ലേ, അത്രയും വലിയ ഹോസ്പിറ്റലൊന്നും കോഴിക്കോട് ഇല്ലല്ലോ. അല്ല, ഈ അസുഖത്തിന്റെ ഉറവിടം ഭക്ഷണം കൊണ്ടാണ് എന്ന് സാർ വിശ്വസിക്കുന്നത്? അല്ല, അങ്ങനെയൊന്നുമില്ല. അപ്പം ജനറലി കോഴിക്കോട് അല്ലെങ്കിൽ മലബാർ, തലശ്ശേരി ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ സൽക്കാരങ്ങളും ഭക്ഷണത്തിനോടും പ്രിയം കൂടുതലാണ്. ഇപ്പോൾ തെക്കോട്ട് വെച്ച് നോക്കുമ്പോൾ ഇങ്ങോട്ട് വടക്കോട്ട് കോഴിക്കോട് മുതൽ തലശ്ശേരി, മാഹി, കണ്ണൂരൊക്കെ പൊതുവെ ഭക്ഷണത്തിനോടും സൽക്കാരങ്ങളോടും പ്രിയം കൂടുതലാണ്. അപ്പം എന്തുണ്ടെങ്കിലും ഫുഡ് ഉണ്ടാവും കൂടെ. ഇപ്പോൾ ജനിച്ചാലും മരിച്ചാലും കല്യാണമായാലും എല്ലാം ഫുഡ് ഒരു വലിയൊരു പാർട്ടുള്ളതാണ്. പക്ഷേ ഈ ഹോട്ടൽസ് എന്ന് പലരും പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പല സ്ഥലത്തും ഒരുപക്ഷെ അത്ര അൺഹെൽത്തി ആണ് എന്നുള്ളൊരു ഒപ്പീനിയൻ ധാരണ ഉള്ളതുകൊണ്ടാണ്. ഓക്കെ. അത് ചിലപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ ഇതിലുള്ളതാവും, ഇല്ലെങ്കിൽ പുതുതായിട്ട് കുറേ അസുഖങ്ങൾ പുതുതായിട്ട് വന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ റീസണ് ഫുഡാണ് എന്നുള്ളൊരു ധാരണയും ആയിരിക്കും. പൊതുവേ ലൈഫ് സ്റ്റൈൽ തന്നെ മാറിയിട്ടുണ്ട് ജനങ്ങളത്. അപ്പം മുമ്പത്തെ പോലെ അധികം ഒരു ബോഡി മൂവ്മെൻറ്റോ എക്സസൈസ് അല്ല, ഞാൻ പറഞ്ഞു നോർമൽ മൂവ്മെൻറ്റ് തന്നെ കുറവാണ്. ഈവൻ വാക്കിംഗ് ആണെങ്കിൽ പോലും വാക്കിങ്ങോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഫുൾ കാറോ ബൈക്കോ അങ്ങനെയല്ല പോകുന്നുള്ളൂ, അല്ലാണ്ട് നടക്കുന്ന ഒരു ഇതില്ലല്ലോ. അതെ അതെ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതൊക്കെ ബാധിക്കും. ഇത് മാത്രമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പം എത്രയോ കേസസ് ഇപ്പോൾ ഫുഡ് വളരെ ശ്രദ്ധിച്ച് കഴിക്കുന്ന എത്രയോ ആൾക്കാർക്ക് ഒരുപാട് അസുഖങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളും വരുന്നുണ്ട്. അപ്പോൾ അത് പക്ഷെ ശ്രദ്ധിക്കണം. അതും വിചാരിച്ച് വാരി വലിച്ച് ഇപ്പം നമ്മളിപ്പോൾ കൊളസ്ട്രോൾ കൂടുതലുള്ള ആൾ അതിനനുസരിച്ച് കഴിക്കണം. പിന്നെ അതുപോലെ തന്നെ വേറൊരു കോമൻ്റ് ആണ് ആക്ച്വലി വരുന്നത്. കോഴിക്കോടുള്ള ആൾക്കാരിപ്പം വീട്ടിൽ കുക്ക് ചെയ്യുന്ന ഹാബിറ്റ് കുറഞ്ഞു എന്നുള്ളത്. സാറിന് എന്താ തോന്നുന്നത് അതിനെക്കുറിച്ചിട്ട്? അല്ല, ഇതൊക്കെ ഒരു ജനറൽ ട്രെൻഡാണ്. കോഴിക്കോടിന് പ്രത്യേകിച്ച് അതിൽ റോളൊന്നുമില്ല. ഇപ്പം കോഴിക്കോട്, തലശ്ശേരി അല്ലെങ്കിൽ ഈ ഒരു ബെൽറ്റിലായിരിക്കും ഏറ്റവും അധികം വീടുകളിൽ കുക്ക് ചെയ്യുന്നുണ്ടാവുക ബാക്കിയുള്ള സ്ഥലത്തെ അപേക്ഷിച്ചിട്ട്. ഇപ്പം നിങ്ങളിപ്പോൾ എറണാകുളമോ ഇല്ലെങ്കിൽ തെക്കോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ ഒരു അത്ഭുതം പോലെയാണ് പലരും ചോദിക്കുക, നിങ്ങളെ വീടുകളിൽ കുക്ക് ചെയ്യാറുണ്ടോയെന്ന്. കാരണം ഇപ്പോൾ തലശ്ശേരി പോലെ സ്ഥലങ്ങൾ ഇൻ പെർട്ടിക്കുലർ അവിടെയൊന്നും ഹോട്ടൽസ് അധികം ക്ലിക്കാവാത്തതിൻ്റെ എൻ്റെ ഒരു വിശ്വാസം അവിടെ വീടുകളിലും എല്ലായിടത്തും നല്ല ഭക്ഷണങ്ങൾ കിട്ടുന്നതുകൊണ്ടാണ്. പരിപാടികൾ കൂടുതലാണ്, ഫങ്ഷൻസും എല്ലാം കൂടുതലാണ്. അപ്പം തിന്നാനൊരു ഇത് വേണ്ടേ. പിന്നെ പുറത്തുനിന്ന് വരുന്ന ഈ ഫ്ലോട്ടിംഗ് പോപ്പുലേഷനാണ് എപ്പോഴും തിന്നുന്നത്. ഇപ്പോൾ കോഴിക്കോട് ഉള്ള റെസ്റ്റോറൻറ്റുകളിൽ, ഹോട്ടൽസുകളിൽ ഒക്കെ ഭക്ഷണം കഴിക്കാൻ വരുന്നതും ഇതാക്കുന്നതൊക്കെ പുറത്തുനിന്നുള്ളവരാണ് കൂടുതൽ, അല്ലാണ്ട് കോഴിക്കോട്ടുകാരൊന്നുമല്ല. അപ്പം അത് കോഴിക്കോടിൻ്റെ മുകളിൽ ആ പേര് വരുന്നു, അസുഖം വരുന്നെങ്കിൽ അത് പുറത്തുള്ളവർക്കാണ് ഉണ്ടാവുക. അതെ. അതുപോലെ തന്നെ സാർ നേരത്തെ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അതായത് ഒത്തൻറ്റിക് ആയിട്ടുള്ള മലബാർ ഫുഡ് എന്നുള്ളത്, അതിനെപ്പോഴും ഒരു സ്കോപ്പ് ഉണ്ടെന്നുള്ളത്. ഞാൻ തലശ്ശേരി അവിടങ്ങളിൽ എനിക്കങ്ങനെ ഫ്രണ്ട്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. പക്ഷേ ബിരിയാണി ആസ്പെക്റ്റിൽ തലശ്ശേരി ബിരിയാണി കഴിക്കാൻ വേണ്ടി ഞാൻ പല സ്ഥലത്തും പോകാറുണ്ട്. അപ്പം ഞാൻ ഇന്ന് കൂടി ഞാൻ കഴിച്ചത് തലശ്ശേരി ബിരിയാണിയാണ്. അപ്പം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പലരും പറയുന്നത് തലശ്ശേരി ബിരിയാണി ഭയങ്കര അടിപൊളിയാണ്. അപ്പം ഞാൻ ഈ കഴിച്ചത് ശരിക്കുമുള്ള തലശ്ശേരി ബിരിയാണി ഒന്നും എനിക്കും അറിയില്ല. അപ്പം ശരിക്കുള്ള തലശ്ശേരി ബിരിയാണി എങ്ങനെയാണ്, അതേപോലെ തലശ്ശേരിയിലുള്ള അല്ലെങ്കിൽ മലബാറിലുള്ള ഒതൻറ്റിക് ഫുഡ് എന്തൊക്കെയാണുള്ളത് സാറിൻ്റെ അഭിപ്രായത്തിൽ? തലശ്ശേരി ബിരിയാണി പൊതുവെ സ്പൈസസ് ഒക്കെ കുറവായിരിക്കും. നല്ല ചെറിയ കൈമ അരി വെച്ചിട്ടുള്ള നല്ല ഫ്ലേവറുള്ളൊരു ബിരിയാണിയാണ്. സ്പൈസസ് കുറവായിരിക്കും. കോഴിക്കോടിനെ അപേക്ഷിച്ചിട്ട് കുറച്ചും കൂടി നമുക്കൊക്കെ പൊതുവെ ഇഷ്ടം കൂടുതൽ അങ്ങനത്തെ ഒരു ബിരിയാണിനോടാണ്. പിന്നെ തലശ്ശേരിയിൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ സൽക്കാരങ്ങൾ കൂടുതലാണ്. അപ്പോൾ ഫങ്ഷൻസ് പരിപാടികളൊക്കെ കൂടുതലുള്ളതുകൊണ്ട് ഈ ഫുഡും അതിനനുസരിച്ച് കൂടുതലാണ്. കാരണം എല്ലാം ഒരു സ്പെഷ്യാലിറ്റി ഇല്ലെങ്കിൽ ഒരു സൽക്കാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കടികളും ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫുഡ്സും ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ പാരമ്പര്യമായിട്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ ഡെസേർട്സ്, മുട്ടമാല, അലിസ അല്ലെങ്കിൽ ബിരിയാണി, പിന്നെ അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്, നമുക്ക് പറഞ്ഞാൽ തീരൂല. പിന്നെ സ്നാക്സ് ആണെങ്കിൽ ഉന്നക്കായ, അങ്ങനത്തെ ഒക്കെ ഒരു പക്കാ ഓതൻറ്റിക് ആ ഒരു സാധനം ഉണ്ടല്ലോ, അതൊന്നും എനിക്ക് തോന്നുന്നില്ല കോഴിക്കോടൊന്നും അവൈലബിൾ അല്ല അത്രക്കും. അപ്പോൾ തലശ്ശേരിയിൽ നമ്മൾ ഏതെങ്കിലും ഹോട്ടലിൽ പോയാൽ അത് നമുക്ക് കിട്ടാൻ സാധ്യത ഉണ്ടോ? കുറവാണ്, പൊതുവേ കുറവാണ്. പക്ഷെ എന്നാലും വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ ഇപ്പോൾ കല്ലുമ്മക്കായ നിറച്ചത് ഇല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങൾ വളരെ ചുരുക്കം സ്ഥലത്ത് ഇപ്പം കമ്പയറബിൾ ആയിട്ട് വരുന്നുണ്ട്. സാറിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻ എന്താണ്? ഫുഡ് കോമ്പിനേഷൻ എന്താണ്?
അതൊക്കെ ബുദ്ധിമുട്ടുള്ളൊരു ചോദ്യമാണത്. കാരണം എന്നാലും ബിരിയാണി മുമ്പ് കാലങ്ങളിൽ തലശ്ശേരിയിലൊക്കെ MAB എന്നും പറഞ്ഞിട്ട് തമാശക്ക് പറയും. എന്നുവെച്ചാൽ മുട്ടമാല അൽസ ബിരിയാണി എന്ന് പറയാ. മുട്ടമാല അലിസ ബിരിയാണി അതൊരു കോംബോ പോലെ എല്ലാ ഫംഗ്ഷനും മുമ്പൊക്കെ അതേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ റീസെന്റ് ആയിട്ടാണ് ഇപ്പൊ ഇങ്ങനെ കണ്ടമാനം ഫുഡും ഒരുപാട് ഷോക്കേസ് ചെയ്ത് അതൊക്കെ ഇപ്പോഴത്തെ ഒരു 5-8 കൊല്ലത്തിന്റെ ഇടയിൽ വന്ന ഓരോ മാറ്റങ്ങളാണ്. അപ്പൊ അതിൽ സംഭവിക്കണം എന്താ വെച്ചാൽ ഫുഡിന്റെ ടേസ്റ്റിനൊന്നും ശ്രദ്ധ ഉണ്ടാവില്ല. കണ്ടമാനം സ്പ്രെഡ് വേണം, ആൾക്കാർക്ക് കാട്ടലും കുറെ കാട്ടിക്കൂട്ടലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് പലയിടത്തും. ചിലപ്പം അൽസ ബിരിയാണി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് നോർമൽ ബിരിയാണി അലിസ ബിരിയാണി എന്നല്ല പറഞ്ഞത്. അലിസ ഡിഫറെന്റ് തിങ് ആണ്. ബിരിയാണി എന്ന് പറഞ്ഞാൽ അലിസ ഒരു അപ്പറ്റൈസർ ആണ്, ഒരു ഗോതമ്പിനെ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു അപ്പറ്റൈസർ ആണ്. മുട്ടമാല എന്ന് പറഞ്ഞ ഒരു ഡെസേർട്ട് പോലെ ഇതാക്കുന്നത്. സാറിന്റെ ഫേവറേറ്റ് കോമ്പിനേഷൻ അത് തന്നെയാണ്. അത് തന്നെയാണ്.